മരുന്ന് കഴിച്ചിട്ട് അലർജി ഉണ്ടാവുക എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പിക്ചർ ദേഹത്തൊട്ടാകെ ചൊറിച്ചിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെ? സാധാരണ നമ്മൾ അങ്ങനെയാ വിചാരിക്കുക. മരുന്നിനോടുള്ള അലർജി എന്ന് പറഞ്ഞാൽ ദേഹത്തൊട്ടാകെ ചൊറിച്ചിൽ ഉണ്ടാവും. എന്നാൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള മരുന്നിനോടുള്ള അലർജിയെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഫിക്സഡ് ഡ്രഗ് അലർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് അലർജി ഉണ്ട്. അതായത് ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും ചുവന്നും തടിച്ച് പൊന്തും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അതൊരു കറുപ്പ് നിറമാവും. അത് ശരീരത്തിൽ ഏത് ഭാഗത്തും വരാം. ഈവൻ ചുണ്ടുകളിലോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തോ ഒക്കെ ഇങ്ങനെ ഉണ്ടാവാം. ചിലപ്പോൾ അത് കുമിള പോലെ ഉണ്ടാവും. ആദ്യം ചുവന്ന് തടിച്ച് പൊന്തിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു കറുപ്പ് പാടായിട്ട് മാറും. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരുന്ന് തന്നെ നമ്മൾ വീണ്ടും കഴിച്ച എഗെയിൻ അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് വീണ്ടും ചുവന്ന് തടിച്ച് പൊന്തും. ഇതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ഇറപ്ഷൻ എന്ന് പറഞ്ഞത്. ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു അലർജി എന്ന് പറയാൻ കാരണം. ഇത് ഏത് കാറ്റഗറി ഓഫ് മരുന്നിനും ഉണ്ടാവാം. പെയിൻ കില്ലേഴ്സിന് ഉണ്ടാവാം, ആന്റിബയോട്ടിക്സിന് ഉണ്ടാവാം, ഈവൻ നമ്മളെ പാരസിറ്റമോളിനോട് പോലും ഈ ടൈപ്പ് അലർജി ഉണ്ടാവാം. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഐഡന്റിഫൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തും ഉണ്ടാവും. ആ ഭാഗത്തും അതേമാതിരി ചുവന്ന് പൊന്തുകയും ചെയ്യും. ചിലപ്പം പുതിയ ഭാഗങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഡ്രഗ് അലർജി ഉണ്ടായിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിലിടാം.